അധിക്ഷേപങ്ങളും സൈബർ ബുള്ളിയിങ്ങും ഹറാസ്മെൻറ്റും ഒക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫേക്ക് ഫോട്ടോ, ഒരു AI ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൈബർ സെല്ലിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. ബാക്കി വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലാണ് വ്യക്തിഹത്യ നടത്തുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ അവർക്ക് താല്പര്യമുള്ള ആളുകളുടെ വിഷയത്തിൽ മാത്രം സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പം നേരത്തെ നമുക്കറിയാം പ്രതിഭ MLA വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള സർക്കാർ അതേ സമയത്ത് എനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളെ കുറിച്ചിട്ട് യാതൊരു സംസാരവും നടത്തിയതായിട്ട് കാണുന്നില്ല. ഇപ്പം ഞാൻ എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. നിരവധി കേസുകൾ നേരത്തെ തന്നെ സൈബർ സെല്ലിൽ ഞാൻ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്കിലും AI ഉപയോഗിച്ചൊരു ഫോട്ടോ ഉണ്ടാക്കി അത് വ്യാപകമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, അപമാനിപ്പിക്കുന്ന രൂപത്തിൽ, എൻ്റെ സ്ത്രീത്വത്തിനെ മോശമാക്കുന്ന രൂപത്തിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട്. ഫാത്തിമ ദഹ്ലിയക്കെതിരെയുള്ള സൈബർ അധിക്ഷേപം അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്, കേസെടുക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതി പറയാൻ വന്നതല്ല. മറിച്ച് ഇവിടെ CPM നടത്തുന്ന, CPM ക്രിമിനലുകൾ നടത്തുന്ന, CPM ക്രിമിനൽ തെമ്മാടികൾ നടത്തുന്ന ഒരു അക്രമം അല്ലേ, ഇവരാരാണെന്നാ സാധാരണഗതിയിൽ പറയാറുള്ളത്? ഇവരുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? ഇവരെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ സ്ത്രീപക്ഷമാണ്, ഞങ്ങൾ ഇരക്കൊപ്പമാണ്, ഞങ്ങൾ അതിജീവിതക്കൊപ്പമാണ്, ഞങ്ങൾ അവൾക്കൊപ്പമാണ്. ഏതാണ് ഈ അവൾ, ഏതാണ് ഈ ഇര, ഏതാണ് ഈ അതിജീവിത, ഏതാണ് ഈ സ്ത്രീ എന്ന് ചോദിച്ചാൽ അവിടെയാണ് പ്രശ്നം. അത് ഈ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ബാധകമാണോ? അല്ല. അവിടെ പിന്നെ എന്താണ് മാനദണ്ഡം? അത് ചില സെലക്റ്റീവായ ആളുകൾ അവർക്കൊപ്പം മാത്രമാണ്. മറ്റുള്ളിടത്ത് സ്ത്രീക്കെതിരായാണ്. ഇപ്പൊ ഫാത്തിമ ദഹ്ലിയ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി, UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ ഫാത്തിമ ദഹ്ലിയക്കെതിരെയുള്ള അധിക്ഷേപങ്ങളും സ്ലട്ട് ഷെയ്മിങ്ങുകളും ലൈംഗികാധിക്ഷേപങ്ങളും ഒക്കെ തുടങ്ങിയതാണ് അല്ലേ? ആദ്യഘട്ടത്തിൽ ഫാത്തിമ ദഹ്ലിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിലായിരുന്നു തെറിവിളെങ്കിൽ അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് പോരാ, ഒന്നുകൂടി ശക്തിയായിട്ട് ഫാത്തിമ ദഹ്ലിയക്കെതിരെ വേട്ട നടത്തണം എന്ന് കരുതിയ ആളുകൾ പിന്നീട് അങ്ങോട്ട് കണ്ടത് ആദ്യം തെറിവിളികളായിരുന്നു, പിന്നീട് അങ്ങോട്ട് ലൈംഗിക അധിക്ഷേപങ്ങളായിരുന്നു. മനസ്സിലായില്ലേ? അതിന് പല കാരണങ്ങളുണ്ട്. പിന്നീട് ആ ലൈംഗിക അധിക്ഷേപങ്ങൾ വർഗീയമായ വേർതിരിവുകൾ ഉണ്ടാക്കി വർഗീയത പ്രചരിപ്പിക്കുവാനുള്ള ആയുധങ്ങളാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു പേരാമ്പ്രയിൽ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താ? പേരാമ്പ്രയിൽ LDF കൺവീനർ മത്സരിക്കുന്ന പേരാമ്പ്രയിൽ ഈ LDF കൺവീനർക്ക് പരാജയം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഈ പറയുന്ന അതിക്രമങ്ങൾ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി, ആശയപരമായി, ആദർശപരമായി ഒന്നും ഒരാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അയാളെ അധിക്ഷേപിക്കുക, വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുക, അയാൾക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങൾ ചൊരിയുക. ഇത് ഈ ക്രിമിനൽ തെമ്മാടികളുടെ സ്ഥിരം ഏർപ്പാടാ. അത് സ്ത്രീയാകുമ്പോൾ ലൈംഗിക അധിക്ഷേപം, ഇനി പുരുഷനാണെങ്കിൽ പെണ്ണ് കേസ് ഉണ്ടാക്കും, അതല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ അവനെ വർഗീയവാദിയാക്കും അല്ലേ? ഷാഫി പറമ്പിൽ 2024 വടകരയിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ ഷാഫിക്ക് ഈ സഖാക്കൾ കൊടുത്ത പട്ടം എന്താ? വർഗീയവാദിയാണ് എന്നുള്ളത്. അതിനുശേഷവും ആ പട്ടം ഇങ്ങനെ ചുമന്ന് ഷാഫിക്ക് മേൽ ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, വർഗീയവാദിയാക്കുവാനുള്ള ശ്രമം. മനസ്സിലായില്ലേ? എന്നാൽ ഫാത്തിമ ദഹ്ലിയ വന്നപ്പോൾ ഈ വർഗീയത അത്ര അങ്ങോട്ട് കൊണ്ടുപിടിക്കില്ല എന്ന് കണ്ടപ്പോൾ ആ സ്ത്രീയെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുക അല്ലേ? അപ്പൊ ഇതൊക്കെ നടത്തുന്നതാരാ? നല്ല ഒന്നാം തരം ക്രിമിനൽ സഖാക്കള്. ഇവറ്റകളുടെ കൂട്ടത്തിൽ അല്ലാത്തവരുണ്ടോ? അല്ലാത്തവരുണ്ട് കേട്ടോ, നല്ല ഒറിജിനൽ സഖാക്കളുണ്ട്. ഇതൊക്കെ ചൈനീസ് വേർഷനാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള സഖാക്കൾ എന്ന് പറയുന്നതൊക്കെ ചൈനീസ് വേർഷനാണ്. ഒറിജിനൽ സഖാക്കൾ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഒറിജിനൽ സഖാക്കൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട്. അത് അവരൊന്നും ഈ പരിപാടിക്കില്ല. ഇതൊക്കെ ചെയ്യുന്നതാരാ? വിജയന്റെ അടിമകൾ. വിജയൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? അല്ല. പിന്നെ വിജയൻ ആരാ? വിജയൻ RSSകാരൻ.
കമ്മ്യൂണിസ്റ്റായി അഭിനയിക്കുന്ന RSSകാരൻ, ആ വിജയന്റെ അടിമകളാണ് ഇത് ചെയ്യുന്നത്. ഈ അടിമകള് തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ സ്ത്രീപക്ഷം, തങ്ങൾക്ക് താല്പര്യമില്ല, എതിർപക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ആ പെണ്ണിനെ, ആ സ്ത്രീയെ മാക്സിമം വേട്ടയാടുക, ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുക, വ്യക്തിഹത്യ നടത്തുക. മനസ്സിലായില്ലേ? ഇതാണ് ഇവരുടെ ഒരു ലൈൻ. അത് അല്ലെങ്കിലും പണ്ട് മുതലേ അങ്ങനെയാണ്. ഈ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വ്യക്തി അധിക്ഷേപം ഇല്ലാതെ, വ്യക്തിഹത്യ ഇല്ലാതെ, തേജോവധങ്ങളില്ലാതെ, അധിക്ഷേപങ്ങളില്ലാതെ, ലൈംഗികതയില്ലാതെ ഇവർക്കൊന്നുമില്ല. ഇവർക്ക് ഒരു പാർട്ടി ഉണ്ട്. എന്താ ആ പാർട്ടി? ആ പാർട്ടി എന്താണ്? ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭൗതികതയാണ്. വിശ്വാസങ്ങളുണ്ടോ? മൂല്യങ്ങളുണ്ടോ? ദൈവങ്ങളുണ്ടോ? എന്തെങ്കിലും മൊറാലിറ്റി ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം ഭൗതികതയാ. ഭൗതികത എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മനുഷ്യനും തോന്നുന്നതൊക്കെ ചെയ്യാം. അതാണ്. അതന്നെയാണ്. ഒരു ധാർമ്മികതയും ഇല്ല, ഒരാശയവും ഇല്ല, ഒരാദർശവും ഇല്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തിരിയുള്ള വിഷയമല്ല. മനസ്സിലായില്ലേ? ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ ഫാത്തിമ തേലിയക്ക് നേരെ നടക്കുന്നല്ലേ ഈ സൈബർ ആക്രമണമോ ലൈംഗിക അധിക്ഷേപങ്ങളോ ഇതിനെതിരെ എതിരെയൊന്നുമല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇതിനൊന്നും എതിർത്തത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം സഖാക്കള് ഇവരുടെ തലതൊട്ടപ്പന്മാർ മുതലുള്ള കാലം മുതൽ, ഇവരെന്ന് മുതലാണോ ഇവരുണ്ടായത് അന്ന് മുതൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എതിരാളികളെ നേരിട്ടത് ആശയം പറഞ്ഞിട്ടോ ആദർശം പറഞ്ഞിട്ടോ രാഷ്ട്രീയം പറഞ്ഞിട്ടോ ഒന്നുമല്ല. അല്ല എല്ലായ്പ്പോഴും എന്ന് മുതൽ ഈവറ്റകൾ ജന്മമെടുത്തോ അന്ന് മുതൽ അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ, ലൈംഗികത, ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിലൂടെയാണ് ഇവറ്റകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് മാത്രമാണ് ഇവരുടെ ആയുധം. അതല്ലാതെ ഇവറ്റകൾ എവിടെയും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇവറ്റകളുടെ ആശയങ്ങളും ആദർശങ്ങളും ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെ ആദ്യം മുതൽ എന്ന് മുതൽ ജന്മമെടുത്തോ അന്ന് മുതൽ ഇവരുടെ കയ്യിലുള്ള ആയുധം അതാ. അപ്പോൾ അവറ്റകളോട് നമ്മൾ ഈ പറയുന്ന നിങ്ങൾ ചെയ്യുന്നത്, ഇവരോട് ധാർമ്മികത പറഞ്ഞിട്ട്, മൊറാലിറ്റി പറഞ്ഞിട്ട്, നിങ്ങളുടെ ഇരട്ടത്താപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവറ്റകൾ അങ്ങനെയാണ്, അങ്ങനെയേ ആവുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഇത് നിരന്തരം ഇവർ തുടർന്നുകൊണ്ടിരിക്കും. അത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു വ്യക്തി, എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അത് ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ അയാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ, ആ ആൾ കൂടുതൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അയാൾക്ക് ജനമനസ്സുകളിൽ സ്ഥാനം ഉണ്ടാകുമ്പോൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അയാളെ മറികടക്കാൻ കഴിയാതെ വരുമ്പോൾ, അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുമ്പോൾ, അയാളുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയാതെ വരുമ്പോൾ, ആ മനുഷ്യനെ രാഷ്ട്രീയപരമായി, ആശയപരമായി, ആദർശപരമായി ഒരു രീതിയിലും അയാളെ മറികടക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ എന്താണ്? പിന്നെ പെണ്ണ് കേസാണ്, ലൈംഗിക അധിക്ഷേപങ്ങളാണ്, ചാപ്പകുത്തലുകളാണ്, വർഗീയവാദിയാക്കലാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ലൈൻ. ഇതാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഏറ്റവും എക്സ്ട്രീമിലേക്ക് ഇനി ഒരു രീതിയിലും ആ മനുഷ്യനെ തൊടാൻ കഴിയില്ല എന്നായി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തട്ടും, അല്ലെങ്കിൽ പെണ്ണ് കേസിൽ പെടുത്തി അയാളുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ നോക്കും, അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തി അയാളുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ നോക്കും. ഇതാണ്. അപ്പോൾ ഇത് മാത്രമാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെ എല്ലാത്തിനും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുള്ള ഉദാഹരണം ഈ പറയുന്ന പേരാമ്പ്ര ഉൾക്കൊള്ളുന്ന വടകര പാർലമെന്റ് നിയോജക മണ്ഡലം, ആ ഒരു ഒറ്റ മണ്ഡലം എടുത്തു നോക്കിയാൽ മതി. ആ പാർലമെന്റ് മണ്ഡലം വടകര, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം, വടകര, കൊയിലാണ്ടി, കൂത്തുപറമ്പ്, തലശ്ശേരി, ഈ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വടകര പാർലമെന്റ് മണ്ഡലം എടുത്താൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ, സഖാവ് ഉന്നയിച്ച ചോദ്യങ്ങൾ എന്താ? എല്ലാം വളരെ കൃത്യമായിട്ട് ആശയപരമായിരുന്നു, പ്രത്യയശാസ്ത്രപരമായിരുന്നു, ആദർശപരമായിരുന്നു. അതിനെ നേരിടാൻ കയ്യിൽ മരുന്നുകളില്ലാതെ വന്നപ്പോൾ TP ചന്ദ്രശേഖരനെ വെട്ടിവീഴ്ത്തി. മനസ്സിലായില്ലേ? എന്നാൽ ഷാഫി പറമ്പിൽ വടകരയിലെത്തിയപ്പോൾ, ഷാഫിയെ നേരിടാൻ കയ്യിൽ ആയുധങ്ങളില്ലാതെ വന്നപ്പോൾ, അയാൾ ഒരു മുസ്ലിം ആയപ്പോൾ അയാളെ വർഗീയവാദിയാക്കി. ഇനി ഫാത്തിമ ദഹ്ലിയ വന്നപ്പോൾ, ഫാത്തിമ ദഹ്ലിയെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ അതൊരു സ്ത്രീ ആയതുകൊണ്ട് ലൈംഗിക അധിക്ഷേപങ്ങളും വർഗീയ ചാപ്പകുത്തലുകളും ആയിരുന്നു ആയുധം. മനസ്സിലായില്ലേ? അപ്പം ഇത്
ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് പരാതികൾ കൊണ്ടോ ഉപദേശങ്ങൾ കൊണ്ടോ ധാർമ്മികത കൊണ്ടോ ഒന്നും ഇവറ്റകളെ തിരുത്താൻ കഴിയില്ല. കാരണം എന്താ, ഈ പറയുന്ന ഒന്നും ഇവറ്റകൾക്കില്ല. ഇതൊക്കെ ഉള്ളവനോടല്ലേ. ഇതൊന്നും ഇല്ലാത്തവനോട് ഇപ്പൊ നമ്മൾ പറയില്ലേ, പോത്തിന്റെ കാതില് വേദം ഓതിയിട്ട് കാര്യമുണ്ടോന്ന്? ഇല്ല. കാരണം എന്താ, പോത്തിന് ബുദ്ധിയില്ല. ആ ബുദ്ധി ഇല്ലാത്തവന് പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ ധാർമ്മികത എന്നു പറയുന്നത് തൊട്ട് തീണ്ടാത്ത ക്രിമിനലുകളോട് ധാർമ്മികത ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഇവർ കാലാകാലങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇവർ നിരന്തരം ചെയ്യും. ഇവരെന്നെ പറയും ചെയ്യും, ആര്? ഞങ്ങള് സ്ത്രീപക്ഷമാണ്, ഞങ്ങള് ഇരക്കൊപ്പമാണ്, ഞങ്ങള് അവൾക്കൊപ്പമാണ്, ഞങ്ങള് അതിജീവിതക്കൊപ്പമാണ്. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ? ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് തൻ്റെ ഭർത്താവ് വീട്ടിൽ ഭാര്യയുടെ ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും ഉപയോഗിക്കുന്ന ബെഡ്റൂമിൽ, ആ ബെഡ്റൂമിൽ വേശ്യകളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് വ്യഭിചരിക്കുന്നത് ഭാര്യ ലൈവായിട്ട് കാണുക. എന്നിട്ട് ആ ഭാര്യ മുഖ്യമന്ത്രിയോടും പോലീസിനോടും മുഖ്യമന്ത്രിയുടെ മകളോടും പരാതി പറയുമ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്തത്? ഭാര്യക്ക് മിൽമയുടെ എക്സ്പോർട്ട് ലൈസൻസ് കൊടുക്കുക. ഇനി നീ മിണ്ടരുത്, നീ വ്യഭിചരിക്കുന്നത് കണ്ട് ശരി തന്നെ, പക്ഷെ നീ മിണ്ടരുത്, നിനക്ക് മിണ്ടാതിരിക്കാനുള്ള പ്രതിഫലമാണ് എക്സ്പോർട്ട് ലൈസൻസ്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ധാർമ്മിക ഇതൊന്നും ഇല്ലാന്നേ. ഇവറ്റകളോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവറ്റകൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ പൊതുസമൂഹം അങ്ങനെയല്ലല്ലോ. ജനം എല്ലാം കാണുന്നുണ്ട്, ജനം എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. വളരെ കൃത്യമായി പ്രബുദ്ധതയുള്ളവരാണ് ആ ജനം. അപ്പോൾ ഫാത്തിമ ദഹ്ലിയ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടതിനുള്ള കാരണം അത് വളരെ കൃത്യമായിട്ട് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ LDFിൻ്റെ കൺവീനർ ഒരു മുഴം കയറിൽ ഫാത്തിമ ദഹ്ലിയ പേരാമ്പ്രയുടെ മണ്ണിൽ വന്നിട്ട് ആ ബസ് സ്റ്റാൻഡിൽ ഒരു കുറ്റി അടിച്ച് കെട്ടിയിട്ടു ഈ TP രാമകൃഷ്ണനെ. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി TP രാമകൃഷ്ണൻ പേരാമ്പ്രയുടെ മണ്ണിൽ സ്വാഹ. ഇതാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഫാത്തിമ ദഹ്ലിയെ നേരിടാൻ വേറെ എന്തെങ്കിലും ആശയമുണ്ടോ? ആദർശമുണ്ടോ? രാഷ്ട്രീയമുണ്ടോ? പ്രത്യയശാസ്ത്രമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ആ സ്ത്രീക്കെതിരെ അധിക്ഷേപങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ, വർഗീയ ചാപ്പകുത്തൽ, അങ്ങനെ ഇവരുടെ ആവനാഴിയിലെ ഏറ്റവും ഒടുവിലത്തെ അസ്ത്രമാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് മാത്രമാണ് ഇവരുടെ അസ്ത്രം. അവസാനത്തെ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കൊള്ള, കൊലപാതകം, അക്രമം, അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ, ഈ ലൈംഗികത, ഇതൊക്കെയാണ് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഈ സഖാക്കളില്ല, ഇതില്ലെങ്കിൽ CPM ഇല്ല. ഇത് മാത്രമാണ് ഇവരുടെ കയ്യിലെ മരുന്ന് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന അധിക്ഷേപങ്ങളിൽ പരാതി കൊടുത്തിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇത് ഇവരുടെ മെയിൻ പരിപാടി ഇത് മാത്രമാ. ഇവരുടെ പാരമ്പര്യവും ഇത് മാത്രമാ. ഇതില്ലാതെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്.